ഈയിടെ നടന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻഡ്സ് അത്യാവശ്യം ഫോളോ ചെയ്തിരുന്നു. മോശമില്ലാത്ത കളികളായിരുന്നു. നമ്മുടെ പഴയ ക്രിക്കറ്റേഴ്സിനെയൊക്കെ ഒരിക്കൽ കൂടി ലൈവായി കളിക്കുന്നത് കാണുക എന്നുള്ളത് ഒരു രസമുള്ള കാര്യം തന്നെയായിരുന്നു. എ ബി ഡിവിലിയേഴ്സിന്റെ താണ്ഡവം ഒരിക്കൽ കൂടി ലൈവ് കാണാൻ പറ്റി. എ ബി ഡിവിലിയേഴ്സ് ഒരുപാട് നേരത്തെ വിരമിച്ചു എന്ന് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കുറച്ചുകൂടി കാലം ഇന്റർനാഷണൽ ക്രിക്കറ്റ്, IPL ഒക്കെ കളിക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കമന്റ് ചെയ്യുക. വേറൊരു കാര്യം തോന്നിയത് MS ധോണിയെ കുറിച്ചാണ്. തന്നേക്കാൾ ഒരുപാട് പ്രായം കുറഞ്ഞവർ പോലും ലെജൻഡ്സ് ലീഗ് പോലുള്ള ലീഗുകൾ കളിക്കുമ്പോൾ ധോണി ഇപ്പോഴും ലോകത്തെ ഏറ്റവും വലുതും കോമ്പറ്റേറ്റീവുമായ ക്രിക്കറ്റ് ലീഗായ IPL കളിച്ചുകൊണ്ടിരിക്കുന്നു. ധോണിക്ക് ഇപ്പോൾ 44 വയസ്സ് പ്രായമുണ്ട്. ഇപ്പോഴും ഇന്റർനാഷണൽ ലെവൽ ബോളിങ്ങിനെ പണ്ടത്തെ പോലെയൊന്നുമില്ലെങ്കിലും അത്യാവശ്യം കൗണ്ടർ ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നത് തന്നെ എത്ര വലിയ കാര്യമാണെന്ന് ഒന്ന് ചിന്തിക്കൂ. അവസാനം ഇറങ്ങി 1-2 സിക്സ് ഒക്കെ ധോണി ഇപ്പോഴും ഈസി ആയിട്ട് തൂക്കുന്നുണ്ട്. ഈ പ്രായത്തിലും കീപ്പിംഗ് ചെയ്യുന്നുണ്ട്. കീപ്പിംഗ് ചെയ്യുക എന്നത് നല്ല ടഫ് ടാസ്ക് തന്നെയാണ്. ഇപ്പോഴും CSK എന്നാൽ ധോണി തന്നെയാണ്. സ്റ്റേഡിയത്തിൽ കളി കാണാൻ പോകുന്നവരിൽ മിക്കവരും പോകുന്നത് ധോണിയെ കാണാനാണ്. ധോണി ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഉള്ള സ്റ്റേഡിയം അറ്റ്മോസ്ഫിയർ അനുഭവിച്ചറിയേണ്ടതാണ് എന്നാണ് ഈയിടെ മലയാളിയായ അമ്പയർ കെ അനന്തപത്മനാഭൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്. ചിലർ ധോണിയെ ഒരുപാട് കുറ്റമൊക്കെ പറയാറുണ്ട്. കുറ്റം പറയാനൊക്കെ ഈസിയാണ്. പക്ഷേ ഈ പ്രായത്തിലും ഇങ്ങനെ ഒരു വലിയ ലീഗിൽ കോമ്പീറ്റ് ചെയ്യുക എന്നത് അത്ര നിസ്സാരമല്ല. കൂടാതെ ചെന്നൈ പോലൊരു ടീമിന് ഇപ്പോഴും ധോണി ഒരു വിലമതിക്കാനാവാത്ത താരം തന്നെയാണ്. ധോണി ഈ പ്രായത്തിലും IPL കളിക്കുന്നത് തുടരുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ ഒരു ധോണി ആരാധകനായ സുഹൃത്തിന് ഈ പോഡ്കാസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. നന്ദി.